പഠനവും അച്ചടക്കവും ഒക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ 2 വർഷമായി ഈ സ്കൂളിൽ നിന്ന് നമ്മുടെ സ്കൂളിൽ നിന്ന് ഒരു ടൂർ പോയിട്ട് ഞാൻ ഭരണത്തിൽ വന്ന ഈ സ്കൂളിൽ വർഷത്തിൽ 3 ടൂറുകൾ ഞാൻ സ്പോൺസർ. കുട്ടികൾക്ക് സ്വസ്ഥമായി പഠിക്കാനായി പരീക്ഷാ ഫലങ്ങൾ മെച്ചപ്പെടാൻ ടൂർ പോയി സമയം കളയുന്നതിനേക്കാൾ നല്ലത് ലൈബ്രറി നവീകരിക്കും. അടുത്തതായി ഞാൻ ജെൻസിനോടാണ് ബാഹ്യ പറഞ്ഞ ചോദ്യത്തിന്റെ പരീക്ഷാ സമയത്ത് എങ്ങനെയാണ് നമ്മൾ 3 ടൂർ പോകുന്നത്? കുട്ടികൾക്ക് പഠിത്തവും അച്ചടക്കവും മാത്രം മതിയോ? ഒരു വിനോദമായിട്ട് ടൂറും വേണ്ട? സ്കൂൾ ലൈഫ് കളർഫുൾ ആക്കണമെങ്കിൽ ഇന്നർ ഹൗസ് കലോത്സവങ്ങളിൽ വർഷത്തിൽ 2 തവണയെങ്കിലും വേണ്ടേ? എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഇവിടെ വലിയ ലൈബ്രറിയും കുറിച്ചും വൈഫൈ കുറിച്ചും ടൂറുകളെ കുറിച്ചും എല്ലാവരും ഏതൊരു സന്ദർശിക്കുന്നു. എന്നാൽ നമ്മുടെ സ്കൂളിൽ പെൺകുട്ടികളുടെ ബാത്റൂം ഇപ്പോഴും റിലേഷൻ ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഭരണത്തിൽ വന്നാൽ നിങ്ങൾക്ക് റിലേഷൻ എത്തുന്നതാണ്. കാരണം അച്ചടക്കമാണ് എല്ലാ വിജയത്തിൻ്റെയും അടിത്തറ. ടൂറും ബിരിയാണിയും വൈഫൈയും ഉള്ള ഒരു സ്കൂൾ കേൾക്കാൻ കൊള്ളാം. പക്ഷേ അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ നല്ല വിജയം നേടാൻ സാധിക്കില്ല. സ്കൂളിൻ്റെ പേര് നിലനിർത്താൻ അച്ചടക്കം കർശനമാക്കിയേ തീരൂ. ഫണ്ടൊക്കെ കൊള്ളാം ബെഞ്ച്, പക്ഷേ ഈ ടൂർ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് നമ്മുടെ ക്യാമ്പസിൻ്റെ കലണ്ടർ കൊള്ളാൻ നോക്കുമോ? പരീക്ഷയിൽ ജയിച്ചാലല്ലേ അടുത്ത വർഷം നമ്മൾ സ്കൂളിൽ ഉണ്ടാക്കുള്ളൂ. അത് വളരെ നല്ലൊരു ചോദ്യമാണ്. താങ്കൾക്ക് എന്താണ് ഈ നമ്മുടെ അശ്വിൽ ചോദിച്ച ഉത്തരത്തിന് ചോദ്യം എന്താണ് ഉത്തരം പറയാനുള്ളത്? പറയൂ. ചാരിറ്റി ഫണ്ട് എടുക്കും. അതിൽ ഒരു ഭാഗം ഈ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കും.
കുട്ടികൾക്കും പല കൈകാണുള്ളത്. ഇതേമാതിരി ഫുട്ബോളിൽ ടൂർണമെന്റ് നടത്തുന്നതിന് ഒരു തെറ്റുമുടയില്ല. അത് വളരെ നല്ലൊരു കാര്യമാണ്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. യോജിക്കുന്നുണ്ടോ? ഒരു മിനിറ്റ്. നമ്മുടെ സ്കൂളിൽ ഗ്രൗണ്ടിന് പകരം ഒരു ഓർഗാനിക് പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല. അതിലൂടെ കൃഷിയെ പറ്റി പഠിക്കാമല്ലോ. അതിൽ നിന്ന് വിളവെടുക്കുന്ന പച്ചക്കറികൾ നമ്മുടെ ഉച്ചഭക്ഷണത്തിന് ആവശ്യത്തിന് ഉപയോഗിക്കാമല്ലോ. കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യം വളരെ നല്ലതായിരുന്നു. അടുത്തതായി നമ്മുടെ പറഞ്ഞ കാര്യത്തിന് യോജിക്കുന്നുണ്ടോ? കൃഷി യോജിക്കുന്നില്ല. കുട്ടികളുടെ പഠനത്തിനായി IT റൂമിൽ വൈഫൈ വെക്കേണ്ടതാണ്. താങ്കൾ പറഞ്ഞത് നല്ലതാണ്. ഇനി ഓഡിയൻസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ? എന്താണ് ഇവിടെ ഹാഷിൽ പറഞ്ഞല്ലോ സ്കൂളിൽ ടറഫ് കൊണ്ടുവരുന്നത്, അതിനു പകരം ഓഡിറ്റോറിയം കൊണ്ടുവരാണെങ്കിൽ ആർട്സ്, ശാസ്ത്രമേള തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇവിടെ നടത്താമല്ലോ. നമ്മുടെ ഓഡിയൻസിൽ നിന്ന് ചോദിച്ച ചോദ്യം, ഹാഷിൽ താങ്കൾക്ക് എന്താണ് നമ്മുടെ ഓഡിയൻസ് പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇതിനൊക്കെയുള്ള ഫണ്ട് ഏറ്റവും കൂടുതൽ ഓഡിറ്റോറിയത്തിന് നല്ല ഫണ്ടാണ്. ഇതിന് ഞാൻ യോജിക്കുന്നില്ല. അടുത്തതായി മദ്ഹ, നമ്മുടെ ഓഡിയൻസ് ചോദിച്ച ചോദ്യം നിങ്ങൾ കേട്ടില്ലേ? എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? വേണ്ട. ഇവൻ നമ്മുടെ ഓഡിയൻസ് ചോദിച്ച ചോദ്യത്തിന് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അതിൽ പറഞ്ഞൊരു കാര്യം, ഓഡിറ്റോറിയം നടത്തിയാൽ ഒന്നുകൂടി ആൾക്കാരൊന്ന് കാണും. പക്ഷെ അതിനുള്ള നല്ല ഫണ്ടാവും. ഓഡിറ്റോറിയം കിട്ടിയാൽ ഡയലൊക്കെ ആകുമ്പോൾ കുറച്ച് അധികം ഫണ്ടാവും. ഏറ്റവും നല്ലത് സാധാ ടെററിൽ നടത്തുന്നതാണ്. താങ്കൾ പറഞ്ഞല്ലോ കലോത്സവം, ഇതിനെക്കുറിച്ച് പറഞ്ഞല്ലോ. താങ്കൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ പറ്റുമോ? എന്താ, കലോത്സവം വെറും കുട്ടികളുടെ പാട്ടും ഗാനവും മാത്രമല്ല, അത് കുട്ടികളുടെ വിവിധ കഴിവുകളെ ഒരുമിച്ചുന്നതാണ്. വർഷത്തിൽ 2 തവണയെങ്കിലും കലോത്സവം നടത്തുന്നതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് വലിയ വലിയ വേദികളിൽ പോകുമ്പോൾ കുട്ടികൾക്ക് അതിൻ്റെ ടെൻഷനൊക്കെ കുറയുന്നതാണ്. താങ്കൾ ഈ ശംസ പറഞ്ഞതുമായി യോജിക്കുന്നുണ്ടോ? അതെ, ഞാൻ യോജിക്കുന്നുണ്ട്. കുട്ടികളുടെ കഴിവ് നമ്മൾ പുലർത്തേണ്ടതാണ്. കുട്ടികളുടെ കഴിവില്ലാത്തവരൊന്നും പറഞ്ഞു മാറ്റേണ്ടതില്ല. എല്ലാ കുട്ടികൾക്കും പങ്കെടുക്കാൻ അവസരം നൽകേണ്ടതാണ്. അതിനാൽ 2 പ്രാവശ്യമെങ്കിലും കലോത്സവം വേണ്ടതാണെന്ന് ഞാനും പറയുന്നു. ഓഡിയൻസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഈ പറഞ്ഞ കാര്യത്തിനായി യോജിക്കുന്നുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ? താല്പര്യമുള്ളവർ പറയൂ. മാസു മുസ്തഫ, താങ്കൾക്ക് എന്താണ് ശംസയും പറഞ്ഞതായി താങ്കൾ യോജിക്കുന്നുണ്ടോ? അത് ഞാൻ യോജിക്കുന്നുണ്ട്. എല്ലാവർക്കും ഫുട്ബോൾ കളിക്കാനൊന്നും കഴിയൂല. വിലാസ് എന്തോ പറയാനുണ്ടെന്ന് പറയുന്നു. വിലാസിനോട് ചോദിച്ചോക്കാം, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ശംസയോടും ആഷിഖിനോടും ഒരു കാര്യം പറയാനുള്ളൂ. സയൻസ് ക്ലബിൽ എനിക്ക് ശംസയോടും കായിക പ്രതിനിധിയായ ആഷിഖിനോടൊരു കാര്യം പറയാനുണ്ട്. ഒന്ന് ബാക്ക് വരുന്നതാണ് നിങ്ങള്
ഇവിടെ കോളേജ് പോട്ടെ ഇത് പോവാന്ന് എക്സാം ഉണ്ട് ഹലോ സയൻസ് ലാബിലും മറ്റ് കായിക ഉത്സവങ്ങൾക്കും ഫണ്ട് ചിലവാക്കുന്നുണ്ട്. പക്ഷേ സയൻസ് ലാബിൽ വേണ്ടത്ര ക്യാഷ് ഗവൺമെന്റിലേക്ക് ലഭിക്കുന്നില്ല. എന്താണ് പറയാനുള്ളത്? ഓഡിയൻസ് ചോദിച്ചാൽ വോട്ടേഴ്സ് ചോദിച്ച ചോദ്യത്തിന് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? സ്കൂൾ ലൈഫ് കളറാവണ്ടേ? സയൻസ് ലാബ് എപ്പോഴും പഠിച്ചിരുന്നാൽ മതിയോ? സ്കൂൾ ലൈഫ് കളറാവണ്ടേ? എപ്പോഴും പഠിച്ചിരുന്നാൽ മതിയോ? ഇതാ ഹാഷിം, താങ്കൾ ഇതാ വോട്ടേഴ്സ് ചോദിച്ച എന്താണ് താങ്കൾക്ക് ഉത്തരം പറയാനുള്ളത്? പണ്ട് നമ്മൾ ഫുട്ബോളിനും എല്ലാ കായിക വിദ്യകൾക്കും സയൻസ് ക്ലബിനും എല്ലാത്തിനും നമ്മൾ നൽകും. ഈ ഫണ്ട് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം നമ്മൾ ചെയ്തിരിക്കും. ഇതിന്റെ ഉറപ്പാണ്, ഉറപ്പ്. ഇതോടുകൂടി നമ്മുടെ പ്രമുഖ വിദ്യാർത്ഥി സഭ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ എല്ലാവരും കാത്തിരിക്കും. ഇതാ നമ്മുടെ ഓഡിയൻസ് ഫോട്ടോ എടുത്തിട്ട് പോകുന്നത് ഇങ്ങനെ ഇതാ നമ്മുടെ ഓഡിയൻസിൽ നിന്ന് ഒരാൾക്ക് ചോദ്യം ചോദിക്കാൻ ഇതിനോട് യോജിക്കില്ല. സ്കൂളിൽ തന്നെ ടറഫ് പോലെ ടോട്ടലി റെഡിയാക്കാനാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ ഒരു പകുതി ബാസ്കറ്റ് ബോളും പകുതി ഫുട്ബോളും എന്നതിന് മാറ്റം ഒരു ഫുള്ളി ഫുട്ബോൾ കോർട്ട് ഫുള്ളി നമ്മുടെ സ്കൂളിന്റെ ഫുള്ളായി നേരെ വരികയും അതിലൂടെ ഓഡിറ്റോറിയവും ടറഫും വരികയും ചെയ്യുന്നത്. അതിലൂടെ സബ്ജില്ല സ്കൂൾ തലത്തിൽ നമുക്ക് മത്സരങ്ങൾ ഇവിടെ നടത്താനും എല്ലാത്തിനും കഴിയുമല്ലോ. എന്താണ് ഹാഷിം, ഇതിനെന്താണ് നമ്മൾക്ക് മറുപടി പറയാനുള്ളത്? അതെ, നടത്താൻ കഴിയൂ. ഓക്കെ, സമ്മതിച്ചു. ഇതാ നമ്മുടെ ഒരു വോട്ടർ പറയാനുള്ളത്. LP കുട്ടികൾക്ക് ഓരോ പീരീഡ് നൽകുന്നു. LP കുട്ടികൾക്ക് 2 പീരീഡ് പീരീഡ് നൽകുന്നു. എന്താണ് ദശ, താങ്കൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമ്മുടെ ഈ കൊച്ചു വിദ്യാർത്ഥികൾക്ക് പോയോ നമ്മുടെ ഈ കൊച്ചു വിദ്യാർത്ഥി പറഞ്ഞ 2 പീരീഡ് തരുമോ എന്നുള്ളതിന് താങ്കൾക്ക് എന്താണ് മറുപടി പറയാനുള്ളത്? അതെ, കുട്ടികൾക്ക് കായികവും വിനോദവും എല്ലാം വേണ്ടേ? അവർക്കൊപ്പം PT ഒക്കെ വേണ്ടേ? എല്ലാ കുട്ടികൾക്കും PT വേണം. എല്ലാവർക്കും PT ലഭിക്കാൻ വേണ്ടി ഞാൻ ലീഡറായി കഴിഞ്ഞാൽ ഈ സ്കൂളിലുള്ള എല്ലാ കുട്ടികൾക്കും വേണ്ടി PT 2 പീരീഡ് ഒക്കെ നൽകാൻ എനിക്ക് സാധിക്കും. ഓഡിയൻസ് ഇതാ നമ്മുടെ അശ്വിൻ, എന്താണ് താങ്കൾക്ക് ചോദിക്കാനുള്ളത്? ഞാൻ ഈ ചോദ്യം ഒരാളോടല്ല ചോദിക്കുന്നത്, ഈ ഇവിടെ നിൽക്കുന്ന 10 സ്റ്റാൻഡുകളോടുമാണ് ചോദിക്കുന്നത്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത്? ഈ രംഗം കിട്ടുന്ന പണം നിങ്ങളുടെ പോക്കറ്റിലാക്കുന്നത് അല്ലാതെ നിങ്ങൾ എന്താണ് ഈ സ്കൂളിന് വേണ്ടി നിങ്ങൾ ചെയ്യുക? ആദ്യം തന്നെ ഞാൻ അശ്വിൻ കൈ കൊടുത്തു. അശ്വിനോട് തന്നെ ചോദിക്കാം. അശ്വിൻ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? വോട്ട് ചെയ്യുന്നത് നമ്മൾ തരുന്ന വാക്കിനാണ്. എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ അത് നിങ്ങളുടെ വിജയമാണ്. നിങ്ങൾ പറയുന്ന ഓരോ വാക്കും എന്റെ നെഞ്ചിൽ തന്നെ ഉണ്ടാവും. ആ പൈസ ഞാൻ ആ വോട്ടിൽ തന്നെ ഉപയോഗിക്കും. നിങ്ങൾ തരുന്ന ഓരോ വോട്ടും ആ ക്യാഷ് ഞാൻ ആ വോട്ടിൽ തന്നെ നൽകുന്നതാണ്. എന്തുകൊണ്ടാണ് 2 വിദ്യാർത്ഥികൾക്ക് ടാലന്റ് ലാബ് ലഭിച്ചുകൂടാ? ആരോടാണ് താങ്കൾക്ക് ചോദിക്കാനുള്ളത്? ഏത് ചിഹ്നവുമായിട്ടാണ് താങ്കൾക്ക്? ഈ 10 സ്ഥാനാർത്ഥികളും
ഒന്ന് രണ്ട് കുട്ടികൾക്ക് എന്തായാലും ഞാൻ ലീഡറായി കഴിഞ്ഞാൽ ടാലന്റ് ലാബ് ലഭിക്കാൻ ഞാൻ ശ്രമിക്കാം. എല്ലാ കുട്ടികൾക്കും ടാലന്റ് ലാബ് നിർബന്ധമാണ്. അവരെല്ലാവരും അവരുടെ കഴിവുകളിൽ മികവ് പുലർത്തേണ്ടതാണ്. അതിനെ ഞാൻ ലീഡറായി കഴിഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും ടാലന്റ് ലാബ് ലഭിക്കും. നമ്മുടെ പ്രമുഖ വിദ്യാർത്ഥി സഭ ഇവിടെ അവസാനിക്കുന്നതാണ്. ഇനി എല്ലാവർക്കും ശനിയാഴ്ച കാണാം. അപ്പോൾ എല്ലാവരും ഇനി ഉഷാറായിട്ട് എല്ലാവരും സ്ഥാനാർത്ഥികളെ കൈകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്നു. നമ്മുടെ ഹെഡ്മാസ്റ്റർ എച്ച്.എമ്മിന് നമ്മളുമായി എന്തോ പങ്കുവയ്ക്കാനുണ്ട്. നമുക്ക് എന്താണ് എച്ച്.എമ്മിനോട് ചോദിച്ചത്? നമ്മുടെ ഹെഡ്മാസ്റ്റർ എച്ച്.എം നമ്മളോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് എന്താണെന്ന് ചോദിച്ചറിയാം. സാർ, നിങ്ങൾക്ക് എന്താണ് നമ്മളോട് പറയാനുള്ളത്? അതായത് നമ്മുടെ ഏറ്റവും വലിയ ഒരു ജനാധിപത്യ രാജ്യത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ജനാധിപത്യത്തിൻ്റെ ബാലപാഠങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി നമ്മുടെ സോഷ്യൽ സയൻസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ബാലപാഠങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി കരുതുന്നു. അതോടൊപ്പം തന്നെ ഏകദേശം 10ഓളം സ്ഥാനാർത്ഥികളാണ് നിങ്ങൾ ഇവിടെ മത്സരിക്കാൻ വന്നത്. ഓരോ സ്ഥാനാർത്ഥിയും സ്കൂളിലെ വിവിധ മേഖലകളിൽ എന്തൊക്കെ വികസനമാണ് കൊണ്ടുവരേണ്ടത് എന്ന് നിങ്ങളുടെ വിദ്യാർത്ഥികളുമായിട്ട് പങ്കുവച്ചു. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ പോർമുഖ വിദ്യാർത്ഥി സഭ അവസാനിക്കുകയാണ്. ഇന്നത്തെ പരിപാടി ഇഷ്ടമായോ? എല്ലാവർക്കും ഇഷ്ടമായോ? ഞാൻ നല്ലൊരു കാര്യം ലാസ്റ്റ് ആയിട്ട് ചോദിച്ചോ, അതിന്റെ കംപ്ലീറ്റ് ആയോ? അതിന്റെ പ്രശ്നമുണ്ടോ? മറ്റു നമുക്ക് ക്ലാസ്സുകളിൽ അടങ്ങാവുന്നതാണ്.